വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആന്ധ്ര സ്റ്റൈൽ അച്ചാറാണ്, അതായത് അവക്കായ അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പിന്നെ ഈ ഒരു അച്ചാറിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ സാധാരണ എക്സിബിഷൻസിലൊക്കെയാണ് ഈ അച്ചാറൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് സ്പ്ലിറ്റ് മസ്റ്റാർഡ് സീഡ്സ് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പിക്കിളാണ് ഈ അവക്കായ പിക്കിൾ. ഇതിൻ്റെ റേറ്റും വളരെ ഹൈ ആണ്. നമുക്ക് ആമസോണിലൊക്കെ പ്രൈസൊക്കെ നമുക്ക് അറിയാം. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മൊത്തത്തിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ മാങ്ങയാണ്. ഇതിന് നമുക്ക് നന്നായി ഒന്ന് വാഷ് ചെയ്ത ശേഷം ഒരു കോട്ടൺ ക്ലോത്തിൽ തുടച്ചെടുക്കണം. നനവൊക്കെ മാറിയ ശേഷം നമുക്കിത് കട്ട് ചെയ്യാൻ തുടങ്ങാം. അല്പം വലിയ പീസസ് ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തോടൊന്ന് റിമൂവ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പിക്കിളിൻ്റെ ഒരു വലിയൊരു സീരീസാണ് നമ്മൾ ഇനി മുതൽ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ഓൺലൈൻ വെബ്സൈറ്റ്സ് വഴിയോ നമ്മൾ ചെയ്ത പോലെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാട്സപ്പിലൂടെ സെല് ചെയ്യുന്നുണ്ട്, അതുപോലെയും ചെയ്യാം. പിക്കിൾസ് തുടങ്ങിയ ഫുഡ് ഐറ്റംസ് ഒക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ്. അത് നമ്മൾ ഇപ്പോൾ ലൈസൻസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഈ ഒരു ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ FSSAI രജിസ്ട്രേഷൻ നമ്പർ മതി. അത് നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയാൽ അവർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറിന് നമുക്ക് ആകെ വേണ്ടത് ഇയർലി 100 rupees. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി റെഡ് ചില്ലി പൗഡറും അതോടൊപ്പം സാധാ മുളക് പൊടിയും 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ മസ്റ്റർഡ് സീഡ്സ്, യെല്ലോ മസ്റ്റർഡ് സീഡ്സ് ആണ്, അത് 200 ഗ്രാം. ഉലുവാപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഉപ്പ് 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി 200 ഗ്രാം. കടുകെണ്ണ 300 ഗ്രാം. മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഏറ്റക്കുറച്ചിൽ രുചിയെ നന്നായി ബാധിക്കും. അപ്പോൾ നമുക്ക് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ വേണ്ടാത്തത് അത് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഏത് ഇൻഗ്രീഡിയൻറ്റിനാണോ ടേസ്റ്റ് കൂടുതൽ ആവശ്യമുള്ളത് അത് കൂട്ടുകയും ചെയ്യാം. ഏറ്റവും അവസാനമാണ് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. കടുകെണ്ണയാണ്. അത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിൻ്റെ ചൂട് ഫുള്ള് ആറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അച്ചാർ 6 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടി നാൾ ലോങ് ലാസ്റ്റിംഗ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ഇത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു വിനാഗിരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ 7 ദിവസം മാറ്റി വെക്കണം. അതിനുശേഷമുള്ള അച്ചാറാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ.